രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നായിരിക്കില്ല, ചേലക്കരയിൽ നിന്നുള്ളതായിരിക്കും. 2026 കേരളം എങ്ങോട്ടായിരിക്കും? രണ്ടാം പിണറായി സർക്കാരിനെ ജനം എങ്ങനെ വിലയിരുത്തിയിട്ടുണ്ട്? പ്രതിപക്ഷ നേതൃസ്ഥാനത്തും KPCC പ്രസിഡന്റ് സ്ഥാനത്തും മാറ്റങ്ങൾ സംഭവിക്കുമോ? UDF-ൽ മുസ്ലിം ലീഗ് എത്ര കാലം തുടരും? കോൺഗ്രസ് തുടരുന്ന ജമാഅത്തെ ഇസ്ലാമി, SDPI പരസ്യബന്ധത്തിന്റെ ഭാവി എന്നിവയെല്ലാം അടയാളപ്പെടുത്തുക ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ആശ്രയിച്ചായിരിക്കും. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 4 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത്. ആദ്യം PT തോമസ് MLA വിയോഗത്തെ തുടർന്ന് തൃക്കാക്കരയിലും പിന്നാലെ ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തോടെ പുതുപ്പള്ളിയിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കാം. മാധ്യമങ്ങൾ ഈ 2 തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെയും പരാജയഭാരം പിണറായി വിജയന്റെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമിച്ചതെങ്കിലും വസ്തുതാപരമായി ആ മണ്ഡലങ്ങൾ ഇടത് തരംഗം ആഞ്ഞടിച്ച 2021 പോലും ഇടത് ചായ്വ് പ്രകടിപ്പിക്കാത്ത, കോൺഗ്രസിന് സുരക്ഷിതമെന്ന് കരുതുന്ന കേരളത്തിലെ 5 മണ്ഡലങ്ങളിൽ 2 എണ്ണമായിരുന്നു. അതിനൊപ്പം മരണപ്പെട്ട സിറ്റിംഗ് MLA-മാരുടെ ഭാര്യയും മകനും മത്സരാർത്ഥികളായി വരുമ്പോൾ സഹതാപ തരംഗം ഉണ്ടായി എന്നതുകൂടിയാണ് ആധികാരിക വിജയങ്ങളുടെ പശ്ചാത്തലം എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ UDF കോട്ടകളിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഇടത് ഭരണത്തിന്റെ വിലയിരുത്തലേയല്ല. അടുത്ത 2 മണ്ഡലങ്ങൾ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്ന് ഫലം കാത്തിരിക്കുന്ന പാലക്കാടും ചേലക്കരയുമാണ്. ഇതിൽ തന്നെ ത്രികോണ മത്സരം നടന്ന പാലക്കാട് മണ്ഡലത്തിലെ ഫലം നിലവിൽ പ്രവചനാതീതമാണെങ്കിലും മണ്ഡല രൂപീകരണ കാലം തൊട്ട് കോൺഗ്രസിന്റെ സർവാധിപത്യം ഫലങ്ങളിൽ കാണാനാകും. വിമത സഹായത്തോടെ 2ഓ 3ഓ തവണ ഇടതു വിജയം സംഭവിച്ചതൊഴിച്ചാൽ പാലക്കാടിന്റെ നഗരമണ്ഡലം എന്നും കോൺഗ്രസിന് സുരക്ഷിതമായിരുന്നു. ഇപ്പോൾ മണ്ഡലത്തിൽ കോൺഗ്രസ് ദുർബലമായി കൊണ്ടിരിക്കുന്നതും BJPയുടെ വളർച്ചയും മണ്ഡലത്തിന്റെ സ്വഭാവത്തെ പ്രവചനാതീതമാക്കിയിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് വരുന്ന ഫലവും സർക്കാരിന്റെ രാഷ്ട്രീയ വിലയിരുത്തലായി ഗണിക്കാനാകില്ല. മറിച്ച് അവിടെ കോൺഗ്രസിന് തിരിച്ചടി സംഭവിച്ചാൽ ഉറപ്പായും ഉരുൾപൊട്ടലുകൾ ഉണ്ടാവുക കോൺഗ്രസിൽ മാത്രമാവും. ഷാഫിയുടെ വടകരയിലേക്കുള്ള ചാട്ടവും വടകരയിലെ സിറ്റിംഗ് MP മുരളീധരനെ തൃശ്ശൂരിൽ കൊണ്ടുപോയി തോൽപ്പിച്ചതും അടക്കം തീയും പുകയും ആ പാർട്ടിക്കകത്ത് ഉരുണ്ടുകൂടും. അതിനപ്പുറം UDF ഘടകകക്ഷികളെ പോലും ബാധിക്കില്ല. ഇവിടെയാണ് ചേലക്കര സൂചകമായി മാറുന്നത്. പൂർണ്ണമായി ഇടതു സ്വഭാവമുള്ള മണ്ഡലമല്ലെങ്കിൽ പോലും വർഷങ്ങളായി ഇടതുപക്ഷത്തിന്റെ കൈകളിൽ സുരക്ഷിതമായ മണ്ഡലമാണ് ചേലക്കര. രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോഴെല്ലാം ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച മണ്ഡലത്തിൽ 2016 നിലവിലെ ഇടത് സ്ഥാനാർത്ഥി പ്രദീപ് മത്സരിച്ചപ്പോഴും 10,000-ലേറെ വോട്ടിന് വിജയിച്ച ചരിത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ടാം പിണറായി സർക്കാരിനെതിരെ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചണ്ഡ പ്രചാരണങ്ങൾക്ക് സമാനമായി ജനങ്ങൾക്കിടയിൽ സർക്കാരിനെതിരായ വികാരം പ്രതിഫലിക്കുന്നുണ്ടെങ്കിൽ അത് ചേലക്കരയിലെ ഫലത്തിൽ പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. ഈ ഫലം ഭരണപക്ഷത്തിന് മാത്രമല്ല പ്രതിപക്ഷത്തിനും നിർണായകമായിരിക്കും. ഭരണപക്ഷത്തെ സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പായി ജനശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പദ്ധതികൾ നടപ്പാക്കിയും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നിറവേറ്റിയും മുഖം മിനുക്കി തിരിച്ചുവരവിന് ശ്രമം നടത്താൻ കുറഞ്ഞ സമയമെങ്കിലും ലഭിക്കുമെങ്കിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ചേലക്കരയിൽ തിരിച്ചടി സംഭവിച്ചാൽ നേതൃമാറ്റത്തിലൂടെ മുഖം മിനുക്കി ജനങ്ങളുടെ വിശ്വാസം തിരിച്ചുപിടിക്കാനുള്ള സമയം മുന്നിലുണ്ടാകുമോ എന്നത് ചോദ്യചിഹ്നമാണ്. ഒരുപക്ഷെ ചേലക്കരയിൽ വിജയപരാജയങ്ങൾ കേരളത്തിലെ മുന്നണി സമവാക്യങ്ങളിൽ പോലും കാതലായ മാറ്റങ്ങൾക്ക് കാരണമായി തീരുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്.